സർ, കേരളത്തിൽ വളരെ ദുരൂഹമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ട്. കാസർഗോഡ് ജില്ലയിലെ പെരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുനിയ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻസ്. അവിടെ ഓഗസ്റ്റ് മാസത്തിൽ ഇ ഡി റെയ്ഡ് നടത്തി. അവിടെ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിൻ്റെ ട്രസ്റ്റിൻ്റെ പേരിൽ വലിയ കൂറ്റൻ സപ്തനക്ഷത്ര സൗകര്യങ്ങളുടെ ഒരു സ്ഥാപനം വളരെ പെട്ടെന്ന് പൊന്തി. ചുറ്റുമുള്ളവർക്കൊന്നും അറിയത്തില്ല. അവിടെ പഠിക്കുന്നത് കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പഠിക്കുന്നു. വിവിധ കോഴ്സുകളുണ്ട്. അതുകൂടാതെ കോഴിക്കോട് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്താണ്. അതുകൂടാതെ അവിടെ വിവിധ പരീക്ഷകൾ, പട്ടാളത്തിലേക്ക് പോലുമുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നു. എൻട്രൻസ് പരീക്ഷാ പരിശീലനമൊക്കെ നടക്കുന്നു. ഇവിടെ ഇ ഡി റെയ്ഡ് നടത്തിയപ്പോൾ 220 കോടി രൂപയാണ് കിട്ടിയത്. അവരുടെ അക്കൗണ്ടിലേക്ക് ഫെമ ചട്ടങ്ങൾ ലംഘിച്ച് വിദേശത്ത് നിന്ന് വന്നു. ദുബായിലുള്ള യൂണിവേഴ്സൽ ലൂബ്രിക്കൻസ് LLC എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് ഇതിൻ്റെ ചെയർമാനായ ഇബ്രാഹിം അഹമ്മദ് അലി ആണ് 220 കോടി രൂപ അയച്ചിരിക്കുന്നത്. പണം ഇതിനകത്തുണ്ട്. ഇത് എങ്ങനെ വന്നു തുടങ്ങിയ രേഖകളൊന്നുമില്ല. ഇ ഡി സർവ്വതും പൊക്കിക്കൊണ്ടുപോയി. പിന്നീട് പക്ഷേ ഈ വാർത്ത ഒരൊറ്റ പത്രത്തിൽ വന്നില്ല, ഒറ്റ ചാനലിലും വന്നില്ല. അല്ല, എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു കാര്യം എന്താ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാരണം ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ മെയിൻ സ്ട്രീം പത്രങ്ങളായാലും മെയിൻ സ്ട്രീം ചാനലുകളായാലും ഈ പ്രചാരം കിട്ടിക്കൊണ്ടിരുന്ന ചില ഓൺലൈൻ ചാനലുകളായാലും അവരെല്ലാം നിലനിൽക്കുന്നത് ഇസ്ലാമിക ട്രേഡേഴ്സിൻ്റെയും ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെയും ധനസഹായം സ്വീകരിച്ചിട്ടാണ്. പരസ്യം എന്ന നിലക്കാണ് അവരത് കൊടുക്കുന്നത്. അവരങ്ങനെ പരസ്യം കൊടുക്കുമ്പോൾ 2 വ്യവസ്ഥകളെ അതിനകത്തുള്ളൂ. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിന് അനുകൂലമാകുന്ന വിധത്തിൽ റിപ്പോർട്ടുകൾ ചെയ്യണം. 2, ഈ ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ അതിനോട് മൃദു സമീപനം വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഏതാനും ചില മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് കരുതി മുസ്ലിങ്ങൾ ഒന്നടങ്കം ഇങ്ങനെയാണ് എന്ന് ദയവായി നിങ്ങൾ പറയരുത്. തീവ്രവാദത്തിന് മതമില്ല. തീവ്രവാദത്തിന് മതമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മതത്തിൽ തീവ്രവാദമുണ്ട്. തീവ്രവാദത്തിന് മതമില്ല, സമ്മതിച്ചു. പക്ഷേ മതത്തിൽ തീവ്രവാദമുണ്ട്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന തീവ്രവാദ സംഘടനകൾ നമ്മുടെ ഐക്യരാഷ്ട്രസഭയും മറ്റ് രാജ്യങ്ങളും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണെന്നുള്ളത് വസ്തുതയാണ്. ഈ പറയുന്ന 220 കോടി എന്നില്ല, അതൊന്നും ആയിരിക്കില്ല. അതിനേക്കാൾ കൂടുതൽ പണം അല്ലാതെയും വന്നു കാണും. ഇതെന്തിൻ്റെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി വഴി ചാനലൈസ് ചെയ്ത് വരുന്ന ഫണ്ടാണ്. 20 ഏക്കർ സ്ഥലത്താണ് ഈ കുനിയ എഡ്യൂക്കേഷൻ. അതെ, അതിങ്ങനെ വരും. ഇനി അത് യൂണിവേഴ്സിറ്റി ആക്കി മാറ്റുന്നതിനുള്ളൊരു ശ്രമവും നടക്കും. ഇത്രയും ക്യാമ്പസ് ഒക്കെ ഉണ്ട്. അല്ല, ഞാൻ അതിൻ്റെ കൂടെ ഒരു 100 ഏക്കറും കൂടി വാങ്ങിക്കാൻ അവർക്ക് ഒട്ടും പ്രയാസമില്ല. അതിൻ്റെ കൂടെ അപ്പോൾ ഒരു 100 ഏക്കറും കൂടി വാങ്ങിയിട്ട് ഈ കെനിയ യൂണിവേഴ്സിറ്റി കുനിയായാലും കെനിയായാലും ഒക്കെ കണക്ക് തന്നെ ആ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഇത് വരും എന്ന കാര്യത്തിലും എനിക്കൊരു സംശയമില്ല. കാരണം ഇത് 220 കോടി രൂപ കണ്ടെത്തി ഇ ഡി റെയ്ഡ് നടത്തി. ഇ ഡി പത്രക്കുറിപ്പ് ഇറക്കി, പക്ഷെ കൊടുത്തില്ല. വാർത്ത വന്നിട്ടില്ല. ചില ഓൺലൈനുകളിൽ മാത്രം വാർത്ത വന്നു. അതെ, പക്ഷേ തമാശ എന്ന് പറഞ്ഞാൽ തമാശയല്ല, എൻ്റെ ഒരു ആശങ്ക ഇതുപോലെ തന്നെയാണല്ലോ ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റി ഇതുപോലെ തന്നെയാണ് എന്ന് മാത്രമല്ല, അവരുടെ അക്കൗണ്ടിൽ 451 കോടി രൂപയാണ്. ഇതിനകത്ത് വേറൊരു കാര്യമില്ല, നമ്മുടെ മർക്കസ് നോളജ് സിറ്റി ഉണ്ടല്ലോ കാന്തപുരത്തില്ല, അത് ഈ നോളജ് സിറ്റി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വിദ്യാഭ്യാസം ഒരു ഘടകം മാത്രമാണ്. പ്രധാനമായിട്ടുള്ളത് റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ പണിയുക, റിയൽ എസ്റ്റേറ്റ് സംഭവങ്ങൾ നടത്തുക, കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് അതിൻ്റെ കൂടെയുള്ള ഒരു പരിപാടി. അതിൻ്റെ കൂടെ വിദ്യാഭ്യാസവും കൂടിയുണ്ട്. ആ വിദ്യാഭ്യാസം ഇൻറ്റിഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആയിരിക്കും എന്നാണ് അവർ പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആധുനിക പാരമ്പര്യ ഉള്ള വിജ്ഞാനവും ആധുനിക വിജ്ഞാനവും സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് അത് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് അറിയില്ല എന്നൊരു കാര്യവും കൂടിയുണ്ട്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ സ്വകാര്യ സർവകലാശാലകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു ഓഡിറ്റിംഗ് നടത്താൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഓഡിറ്റിംഗ് അത്യാവശ്യമാണ്.
ഇവിടെ അൽഫലായി തന്നെ അവർക്ക് നാക് അക്രഡിറ്റേഷൻ ഉണ്ടെന്നൊക്കെയാണ് അവർ പരസ്യം ചെയ്തത്. അല്ല, അങ്ങനെയല്ല. ചുമ്മാ പറഞ്ഞാണെന്ന് പിന്നെ സംഭവിച്ചു. അല്ല, പല യൂണിവേഴ്സിറ്റികളിലും ഇത്തരം യൂണിവേഴ്സിറ്റികളിലും കാണുന്നൊരു കാര്യം, അച്ഛൻ ചാൻസലർ, അമ്മ പ്രോ ചാൻസലർ, പിന്നെ ഇത് മകൻ വൈസ് ചാൻസലർ, മകൻ്റെ ഭാര്യ പ്രോ വൈസ് ചാൻസലർ, പിന്നെ മറ്റൊരു മകൻ രജിസ്ട്രാർ, വേറൊരു മകൻ ഫിനാൻസ് ഓഫീസർ, പരീക്ഷാ കൺട്രോളർ, പിന്നെ ഒരാൾ പരീക്ഷാ കൺട്രോളർ. ഇങ്ങനെയായിട്ടൊക്കെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ യൂണിവേഴ്സിറ്റികൾ. പക്ഷേ ഇത്തരം യൂണിവേഴ്സിറ്റികൾക്കും നിയമം ബാധകമാണ്. ആ നിയമം കർശനമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഓഡിറ്റിങ്ങും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ അൽഫല യൂണിവേഴ്സിറ്റി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഞെട്ടിപ്പോയില്ലേ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു മെഡിക്കൽ കോളേജിൽ ബോംബുണ്ടാക്കാനുള്ള പരീക്ഷണം നടത്തുന്നതിന് ആവശ്യമായ സജ്ജീകരണം ഒരുക്കുക. അല്ല, അത് സജ്ജീകരണം ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഒരുക്കി കൊടുക്കുകയാണ്. അവിടെ അതിലേക്ക് വേണ്ടി, തീവ്രവാദത്തിലേക്ക് വേണ്ടി ആത്മഹത്യാ സ്ക്വാഡ് അടക്കമുള്ള സംഘത്തെ റിക്രൂട്ട് ചെയ്യുക. അവരെന്നിട്ട് എന്താ വെച്ചാൽ ബോംബുണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഇത് ആവണക്കെണ്ണയിൽ നിന്ന് വിഷമുണ്ടാക്കി മനുഷ്യരെ കൊല്ലുന്നതിനാവശ്യമായ പരീക്ഷണങ്ങൾ നടത്തുക. ഇതൊക്കെ നടത്തുന്നത് വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ പേരിലാണ് എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞിരിക്കുന്നു. കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ മുസ്ലിങ്ങളെ ഇങ്ങനെ പറയരുത് എന്നാണ് പറയുന്നത്. അവർ മാലാഖമാരാണ്, അവർക്ക് ഒരു കുഴപ്പമില്ല. അവർ ഈ ലോകത്ത് സമാധാനം ശാശ്വതമായി സ്ഥാപിക്കാൻ വേണ്ടി അവതരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവരെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയരുത്. എല്ലാവരും മറന്നുപോയൊരു കാര്യമുണ്ട്. ഡൽഹിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ പെട്ടെന്നൊരു പേര് വന്നു, ദേവേന്ദ്ര. ഈ കാറ് മേടിച്ചിരിക്കുന്ന ദേവേന്ദ്രയുടെ പേരിലാണെന്ന് ഇവിടുത്തെ ഒരു ചാനലിൽ വാർത്ത വന്നു, കുറേ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു. ഇപ്പോൾ ദേവേന്ദ്ര ഇല്ല. ദേവേന്ദ്ര ഇവിടെ പോയി? വെറുതെ ഒരു പേരങ്ങ് ഉണ്ടാക്കിയതാണ് ദേവേന്ദ്ര. അല്ല, അതെന്താന്ന് വെച്ചാൽ അതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ പരസ്യം കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം. ഇപ്പോൾ ഇവർ വേറൊരു കാര്യമാണ് ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥാപനങ്ങൾ വഴിയല്ല ഇപ്പോൾ പലപ്പോഴും ഇസ്ലാമിക് ടെറർ ഫണ്ടിങ് വരുന്നത്. സുനിലിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു ദിവസം ഒരു 10 കോടി രൂപ സുനിലിൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി അയച്ചു വരുന്നു. അപ്പോൾ ലീഗലായിട്ടാണ്, ബാങ്ക് അക്കൗണ്ട് വഴിയാണ്. സുനിലിനൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ സുനിലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവർ കാശ് തരുന്നു. സുനിൽ ഈ 10 കോടി അദ്ദേഹത്തിൻ്റെ ഇൻകത്തിൽ കണക്ക് കൂട്ടിയിട്ട് 10 കോടിക്ക് എന്താ വെച്ചാൽ 3 കോടി രൂപ അല്ലെങ്കിൽ 3.5 കോടി രൂപ ടാക്സ് അടച്ചു. അപ്പോൾ ബാക്കി കാശ് എന്തായി? ലീഗലായി. ഈ ലീഗലായ പണം സുനിൽ എങ്ങനെ ചിലവാക്കി എന്നുള്ള കാര്യം ആരും അന്വേഷിക്കുന്നില്ല. ഇങ്ങനെ ഒരു സുനിലല്ല, ഒരു ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിൽ 40,000 കോടി രൂപ ഇങ്ങനെ വ്യക്തിഗതമായ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഒന്നും രണ്ടുമല്ല. ഇതെങ്ങനെ ചെലവഴിക്കപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചൊരു കണക്കില്ല. അപ്പോൾ വ്യക്തികൾക്ക് കിട്ടുകയും വ്യക്തികൾ ഈ പണം കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ അൽഫല കോളേജിൽ യൂണിവേഴ്സിറ്റിയിലാണ് മറ്റേത് കാമുകന്മാരുണ്ടല്ലോ, അവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞു. ഇയാൾ കല്യാണം കഴിച്ചതാണ്, നിക്കാഹ് നടന്നതാണെന്ന് പറഞ്ഞു. 5,000 രൂപ മെഹർ കൊടുത്തതാണെന്ന്, മെഹറും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതെന്താ, രേഖ എവിടെന്നെങ്കിലും തപ്പിയെടുക്കേണ്ടി വരും. അതിനിപ്പോൾ രേഖ ഉണ്ടാക്കിയാലും മതിയല്ലോ. കാരണം നിക്കാഹാണെങ്കിൽ എവിടെയാലും ഒരു രേഖ വേണമല്ലോ. അത് കഴിഞ്ഞ് ഇവർക്ക് രേഖ അവിടെ അൽഫല യൂണിവേഴ്സിറ്റി ചേർന്നുള്ള പള്ളിയിൽ മോസ്കിൽ വെച്ചിട്ടായിരുന്നു ഈ പരിപാടി എന്ന് പറഞ്ഞു. മോസ്കിൽ വെച്ച് അങ്ങനെ കല്യാണം ഇല്ലല്ലോ. അങ്ങനെയാണ് വാർത്തകൾ കാണുന്നത്. അല്ല, വാർത്തകളിൽ വന്നാൽ എങ്ങനെ ശരിയാകും? ദേശീയ മാധ്യമങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അല്ല, മുസ്ലിം മോസ്കിൽ വെച്ച് കല്യാണം നടന്നതായിട്ട് എനിക്കറിയില്ല. ഇവിടെ ഒന്നും നടക്കാറില്ല. ആകെ ചെയ്യുന്ന കാര്യം മോസ്കിൽ വെച്ചല്ല, ഒരു മൊല്ലാക്ക വന്നിട്ട് ഈ വേദമന്ത്രങ്ങളൊക്കെ, ഖുറാൻ വാക്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് അത് ഇത് അനുഗ്രഹിക്കും എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതല്ലാതെ ഈ ക്രിസ്ത്യൻ പള്ളികളിൽ പോകുന്ന രീതിയിൽ, ഹിന്ദു ക്ഷേത്രങ്ങളിൽ നടക്കുന്ന രീതിയിലും, മുസ്ലിം ദേവാലയങ്ങളിൽ പോയിട്ട് ആളുകൾ കല്യാണം കഴിക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടില്ല. തിരുത്താൻ തയ്യാറാണ്. ഇനിയിപ്പോൾ അവിടെയൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, മുസ്ലിം കല്യാണത്തിൽ ആണ് പെണ്ണിന് മാലയിടുന്ന ആ പരിപാടിയൊന്നുമില്ല. ഒന്നുമില്ലല്ലോ. പെണ്ണിന് റോളില്ല. രണ്ടുപേര് തമ്മിലാണ് റോള്. അതെ, ആര്? ചെറുക്കൻ്റെ പെണ്ണിന് അല്ലല്ല, ചെറുക്കനും പെണ്ണിൻ്റെ കാരണവരും പുരുഷന്മാർ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. അല്ലാതെ പെണ്ണില്ല. പെണ്ണിന് ഒരു റോളും ഇല്ല. അവൾ ക്രയവിക്രയം ചെയ്യപ്പെടുകയാണ് അതിനകത്ത്. അവൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം ഇവർ തമ്മിലാണ് എഗ്രിമെൻ്റ് ചെയ്യുന്നത്.
വാപ്പയും മരുമോനും തമ്മിലുള്ള ഒരു പെണ്ണിൻ്റെ വാപ്പയും മരുമോനും തമ്മിലുള്ള എഗ്രിമെൻ്റാണ്. അത് എങ്ങനെയാണ് പെണ്ണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ സംശയാസ്പദമാണ്. അത് ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മുസമ്മിൽ അങ്ങനെ മൊഴി കൊടുത്തു എന്നാണ് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഞാനത് വായിച്ചു. അത് അങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അത്ര ശരിയല്ലല്ലോ. അപ്പോൾ ഇത് പറയുന്നത്, ഇതും എന്താ ചെയ്ത് 24 ലക്ഷം രൂപ ആരാ കൊടുത്തത്? ഈ പെണ്ണ് കൊടുത്തു എന്നാ പറയണം. അത് ഇത്തരത്തിൽ വന്ന പണമായിരിക്കും. ആയുധം വാങ്ങാനും ബാക്കി കാര്യങ്ങൾക്കും വേണ്ടി ഇങ്ങനെ വ്യക്തികളുടെ പേരിൽ പണം വരികയും വ്യക്തികൾ ആ പണം ഇവർക്ക് കൊടുക്കുകയും ചെയ്യാണ്. ഞാൻ പോയിട്ട് 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുത്തതിന് ശേഷം ഞാൻ ഈ പണം ഇവർക്ക് കൊടുക്കുന്നു. ഞാൻ ടാക്സ് കൊടുത്ത പണമൊന്നുമില്ല. അതെ, ടാക്സ് കൊടുത്ത പണം എനിക്ക് എടുത്ത് വെക്കാമല്ലോ. എനിക്കെടുത്ത് എൻ്റെ വീട്ടിലും വെക്കാം. കാരണം രേഖ ഉണ്ടായാൽ മതി. അത് ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. അപ്പോൾ ഈ പണം ഇതുപോലുള്ള പണങ്ങളാണ് വരുന്നത്. ഇവർ വ്യക്തിപരമായിട്ട് ഇത്രയും കൊടുത്തത് എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ ഈ പറയുന്നത്. അവർ വ്യക്തിപരമായി കൊടുക്കുന്നത് ഇപ്പോൾ വ്യക്തിപരമായിട്ട് ട്രാൻസാക്ട് ചെയ്യാണ്. അതിനു വേണ്ടി ഇൻട്രസ്റ്റ് ഫ്രീ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാങ്കുകളിൽ. മറ്റേ ജമാഅത്തെ ഇസ്ലാമിക്കാർ ചെയ്തിരുന്ന. അപ്പോൾ ആ ഇതിലേക്ക് പണം വരുന്നു, കൊടുക്കുന്നു. ഈ രീതിയിലുള്ള പണവും കൂടി ഈ നേരത്തെ പറഞ്ഞ കാസർഗോഡിലെ കുനിയ സ്കൂളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കോളേജിൽ എത്തിയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഇവിടെയൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകരുടെയും ബാക്കിയുള്ളവരുടെയും യോഗ്യത എന്നുള്ള കാര്യം അഫിലിയേഷൻ അല്ലല്ലോ. ഇത് റെക്കഗ്നീഷൻ മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ റെക്കഗ്നീഷൻ. എയ്ഡഡ് അല്ല ഈ കോളേജ്. മാനേജ്മെൻറ്റാണ് പണം മുടക്കുന്നത്. ആ മാനേജ്മെൻറ്റ് പണം മുടക്കി വെക്കുമ്പോൾ ഇവരുടെയൊക്കെ യോഗ്യത എന്താണ്, ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു രേഖയും ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പക്കലില്ല എന്ന് കണ്ടതിനെ തുടർന്നാണ് സുപ്രീം കോടതി ഇത് ഓഡിറ്റ് നടത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഓഡിറ്റിംഗ് നടക്കുമ്പോൾ കേരളത്തിൽ ഏതെല്ലാം സ്ഥാപനങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയാം. കുനിയ ഒക്കെ ഉൾപ്പെടെ എല്ലാവരും അറിയും.